അദാനി ഗ്രൂപ്പിന് പ്രതിസന്ധിഘട്ടത്തിൽ തുണയായി നിന്ന രാജ്യാന്തര നിക്ഷേപക സ്ഥാപനമായ GQG പാർട്ട്നേഴ്സ് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന വലിയൊരു ഭാഗം ഓഹരികൾ വിക്രിച്ചു. ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ശതകോടീശ്വരൻ രാജീവ് ജെയിൻ നയിക്കുന്ന ഈ കമ്പനി കഴിഞ്ഞ 3 മാസത്തിനിടെ ഏകദേശം 12,000 കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റൊഴിഞ്ഞത്. അദാനി എന്റർപ്രൈസസിൽ നിന്ന് 1,64 ലക്ഷം ഓഹരികളാണ് വിക്രിച്ചത്. ഓഹരിയൊന്നിന് 2009 113 രൂപ 40 പൈസ നിരക്കിലായിരുന്നു ഈ ഇടപാട്. കൂടാതെ അദാനി എനർജി സൊല്യൂഷൻസിന്റെ 63,60,500 ഓഹരികളും അദാനി ഗ്രീൻ എനർജിയിലെ 1,457 കോടി രൂപയുടെ നിക്ഷേപവും പൂർണ്ണമായും ഒഴിവാക്കി. അദാനി പോർട്സിലെ ഓഹരി പങ്കാളിത്തം 2% 26-ൽ നിന്ന് 1% 93-ആയി കുറച്ചു. അതേസമയം ജിക്യുജി പിന്മാറുമ്പോഴും രാജ്യത്തെ മ്യൂച്വൽ ഫണ്ടുകൾ അദാനി ഗ്രൂപ്പിലെ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. അദാനി എന്റർപ്രൈസസിലെ മ്യൂച്വൽ ഫണ്ട് വിഹിതം 5% 4/10 ഉയർന്നു. 10,692 കോടി രൂപയുടെ നിക്ഷേപമാണ് മ്യൂച്വൽ ഫണ്ടുകൾ നടത്തിയത്. SBI ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ട്, ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് എന്നിവയാണ് ഇതിൽ മുൻപന്തിയിലുള്ളത്. 2023-ൽ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് അദാനി ഗ്രൂപ്പ് തകർച്ച നേരിട്ടപ്പോൾ 80,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തി ഗ്രൂപ്പിനെ സഹായിച്ചത് GQG ആയിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.